രാഷ്ട്രീയത്തിൽ പല നാടകീയ സംഭവ വികാസങ്ങളാണ് അരങ്ങേറുന്നത്. മധ്യപ്രദേശിലെ മോഹൻ യാദവ് സർക്കാരിന്റെ പുനഃസംഘടനയെ തുടർന്നുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇത്തരം നാടകീയവും അസാധാരണവുമായ കാര്യങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. കോൺഗ്രസിന്റെ MLA ആയി BJP സർക്കാരിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത രാംനിവാസ് റാവത്ത് 15 മിനിറ്റിനിടെ 2 തവണ സത്യവാചകം ചൊല്ലി ചടങ്ങ് അസാധാരണമാക്കിയത് ഏവരെയും ഞെട്ടിച്ചു. കഴിഞ്ഞ ദിവസം രാവിലെ 9 മണിയോടെ രാജ്ഭവനിൽ ഗവർണർ മംഗൂഭായ് സി പട്ടേലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നിശ്ചയിച്ചത്. മുഖ്യമന്ത്രി മോഹൻ യാദവിന്റെയും മറ്റു മന്ത്രിമാരുടെയും സാന്നിധ്യത്തിൽ 9:03 രാംനിവാസ് റാവത്ത് സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. 15 മിനിറ്റിനകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത രാംനിവാസ് റാവത്ത് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം തന്നെ ഉറപ്പിച്ചു. സത്യവാചകം ചൊല്ലുന്നതിലെ പിശകാണ് 2 തവണ സത്യപ്രതിജ്ഞയിലേക്ക് എത്തിച്ചത്. രാജ്യക്ക മന്ത്രി എന്നതിന് പകരം രാജ്യ മന്ത്രി, അതായത് സഹമന്ത്രി എന്നാണ് റാവത്ത് ആദ്യം സത്യവാചകം ചൊല്ലിയത്. ഇത് തിരുത്തുന്നതിനായിരുന്നു വീണ്ടും സത്യപ്രതിജ്ഞ. കോൺഗ്രസിൽ MLA ആയിരിക്കെ തന്നെയാണ് റാവത്ത് BJP മന്ത്രിയായതെന്നാണ് മറ്റൊരു കൗതുകം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് റാവത്ത് BJPയിൽ ചേർന്നതെങ്കിലും കോൺഗ്രസ് MLA സ്ഥാനം രാജിവെച്ചിരുന്നില്ല. ഇതോടെ കോൺഗ്രസ് MLA ആയി BJP മന്ത്രിസഭയിലിരിക്കുന്ന വ്യക്തി എന്ന അപൂർവതയും റാവത്തിനുണ്ട്. വിജയ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ് റാവത്ത്. സഹമന്ത്രി സ്ഥാനം രാജിവെക്കാത്തതിനാൽ തത്വത്തിൽ അദ്ദേഹം ഒരേ മന്ത്രിസഭയിൽ സഹമന്ത്രിയും ക്യാബിനറ്റ് മന്ത്രിയുമായി എന്ന അപൂർവതയും സ്വന്തമാക്കി. മധ്യപ്രദേശ് കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റും ദിഗ്വിജയ് സിംഗ് സർക്കാരിൽ സഹമന്ത്രിയുമായിരുന്നു റാവത്ത്. അതേസമയം ഷിയോപൂർ ജില്ലയിലെ വിജയ്പൂരിൽ നിന്നുള്ള സിറ്റിംഗ് MLA ആയ റാവത്ത് കോൺഗ്രസ് മുതിർന്ന നേതാവ് ദിഗ്വിജയ് സിംഗിന്റെ അടുത്ത അനുയായിയായി കണക്കാക്കപ്പെട്ടിരുന്നു. അദ്ദേഹം മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ 1993 മുതൽ 2003 വരെ മന്ത്രിസഭയിൽ സേവനമനുഷ്ഠിച്ചു. കഴിഞ്ഞ വർഷം ഡിസംബറിൽ മുൻ മന്ത്രി ജിത്തു പട്വാരിയെ പാർട്ടിയുടെ സംസ്ഥാന യൂണിറ്റ് തലവനായി നിയമിച്ചതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം മധ്യപ്രദേശ് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മധ്യപ്രദേശ് വർക്കിംഗ് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരനായിരുന്നു രാംനിവാസ് റാവത്ത്. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൽ തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച അദ്ദേഹം മധ്യപ്രദേശിലെ വിജയ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് 5 തവണ നിയമസഭാംഗവും ദിഗ്വിജയ് സിംഗ് മന്ത്രിസഭയിൽ മധ്യപ്രദേശ് സർക്കാരിലെ ക്യാബിനറ്റ് മന്ത്രിയുമായിരുന്നു. 2019 BJP നേതാവ് നരേന്ദ്ര സിംഗ് തോമറിനെതിരെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് മത്സരിച്ച് പരാജയപ്പെടുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിനൊപ്പം രാവും പകലും പ്രവർത്തിച്ച നേതാവിത ഇപ്പോൾ BJPയിലെത്തിയിരിക്കുന്നു.